നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മോപ്പ വിമാനത്താവളത്തിൽ ടാക്സി പാർക്കിംഗ് ഫീസ് മാറ്റമില്ല. സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിരക്കുകൾ വർദ്ധിപ്പിച്ചെങ്കിലും മോപ്പ വിമാനത്താവളത്തിൽ ടാക്സി ഓപ്പറേറ്റർമാർക്കുള്ള പാർക്കിംഗ് ഫീസ് മാറ്റമില്ലാതെ തുടരുമെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വ്യക്തമാക്കി. പെർനേം ടാക്സി ഓപ്പറേറ്റർമാരുടെ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെട്ടതായി മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വിമാനത്താവളം നടത്തുന്ന GMR വാണിജ്യ വാഹനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ചെങ്കിലും ടാക്സികൾക്ക് ഇത് ബാധകമല്ല. ഫീസ് വർധനവ് സ്വകാര്യ കാറുകൾക്ക് മാത്രമാണെന്ന് സാവന്ത് പറഞ്ഞു. ടാക്സി ഓപ്പറേറ്റർമാരുടെ താൽപ്പര്യങ്ങൾ സർക്കാർ സംരക്ഷിക്കുമെന്നും പറഞ്ഞു. ഗോവയിൽ 2025-26 ടൂറിസം സീസൺ ആരംഭിച്ചു. ടൂറിസം സീസണിന്റെ ആദ്യ ചാർട്ടർ വിമാനം ഇന്ന് പുലർച്ചെ മോപ്പ മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. റഷ്യയിൽ നിന്നുള്ള വിമാനം 120 യാത്രക്കാരുമായാണ് എത്തിയത്. ടൂറിസം വകുപ്പ് പുലർച്ചെ 1:40 യാത്രക്കാർക്ക് സ്വാഗത ചടങ്ങ് സംഘടിപ്പിച്ചു. ഈ ആഴ്ച കൂടുതൽ റഷ്യൻ വിമാനങ്ങളും തുടർന്ന് UK ചാർട്ടറുകളും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബീച്ച് ഷാക്കുകളുടെ 90% ലൈസൻസുകൾ 1 മാസം മുൻപേ നൽകിക്കഴിഞ്ഞു. താൽക്കാലിക ഷാക്കുകൾക്കും കോട്ടേജുകൾക്കുമുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 31 വരെ നീട്ടി. 2026 1-ാം ക്ലാസ് പ്രവേശനം 6 വയസ്സ് പൂർത്തിയായവർക്ക്. അടുത്ത അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ്സിലേക്ക് 6 വയസ്സ് പൂർത്തിയായ കുട്ടികളെ മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പ്രഖ്യാപിച്ചു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ഈ തീരുമാനം 4000-ഓളം പ്രവേശനങ്ങൾ കുറയാൻ ഇടയാക്കുമെന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ 2027-28 ഇത് നികത്തപ്പെടുമെന്നും പറഞ്ഞു. ബീച്ചോളമിലെ ഒരു സർക്കാർ പ്രൈമറി സ്കൂളിന് മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ പേര് നൽകുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ മാനസിക ബൗദ്ധിക ശേഷി പരിഗണിച്ചാണ് ഈ നയമെന്ന് സാവന്ത് വ്യക്തമാക്കി. പരീക്കർ 2012 ഗോവയിലെ സർക്കാർ സ്കൂളുകൾ നവീകരിച്ചതിനെ അദ്ദേഹം അനുസ്മരിച്ചു. അഹിംസയുടെയും സത്യത്തിന്റെയും സന്ദേശവുമായി സൗഭാഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും ആശംസകൾ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.